Hi guys, welcome back to our channel. So this is our first day in Dubai. അതെ, ഞങ്ങള് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 9:40 കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ്. ഇവിടെ ഒരു 12 അറൗണ്ട് 12 എത്തി. അവിടെ നിന്ന് ഞങ്ങള് നോവൽ കാർഡ് എടുത്ത് മെട്രോ ത്രൂ യൂണിയൻ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഒരു 3 minutes വാക്കുള്ളൂ റൂമിലോട്ട്. ഞങ്ങൾ വിചാരിച്ചു കുറെ ദൂരം എനിവേ എയർപോർട്ടിൽ നിന്ന് മെട്രോയിലേക്ക് ഇത്തിരി ദൂരം ഉണ്ടാവും. ഞങ്ങൾ അത് പേടിച്ചിട്ടാണ് ഇനി ഇവിടെയും കൂടി ഇതേമാതിരി നടക്കണമെന്ന്. പക്ഷെ എനിവേ ഭാഗ്യത്തും കൊണ്ട് നമുക്ക് അധികം പോയി ഒരു 3 minutes വാക്കുള്ളൂ. ജസ്റ്റ് ഒരു ബ്രിഡ്ജ് കവർ ചെയ്ത് ക്രോസ് ചെയ്ത് ജസ്റ്റ് ഒരു വാക്കുള്ളൂ. അപ്പൊ അടുത്ത തന്നെ അവിടെ സൂപ്പർ മാർക്കറ്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങള് ജസ്റ്റ് മിനറൽ വാട്ടർ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടാണ് റൂമിലോട്ട് വന്നത്. ഞങ്ങള് നിങ്ങളെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഷെഡ്യൂൾ അനുസരിച്ച് റൂമിൽ അധികം നേരം ഉണ്ടാവാറില്ല. ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങള് എത്തി. ഇനിയിപ്പോ ഇന്ന് വൈകിട്ട് ദോ ക്രൂസ് ഞങ്ങള് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മറീനയിൽ, ദുബായ് മാളിൽ പോകാൻ. അപ്പൊ ഞങ്ങൾക്ക് 8:30 ഒരു ക്രൂസ് ഷിപ്പ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് അറൗണ്ട് ഇപ്പൊ ഒരു 2:30 ആവുന്നു. റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ പുറത്തേക്ക് ഇപ്പൊ പോയി അവിടെ JBRന്റെ ബീച്ച് ഉണ്ട്. JBR ബീച്ച് ഉണ്ട്. അവിടെ നമുക്ക് അയിന്റെ ജയന്റ് വീൽ പോലെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻസ്. നാളെ തൊട്ടാണ് ഫുൾ പാക്ക്ഡ് സ്ഥലങ്ങൾ കാണാനും. അതെ അതെ. അപ്പൊ ഇന്ന് നമ്മള് ഈ ദുബായ് മറീന അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോ ഞങ്ങളത് ഫുൾ എക്സൈറ്റഡ് ആണ്. എന്താണ് നമ്മൾ ഫസ്റ്റ് ഡേ ആണല്ലോ എത്തിയിട്ടുള്ളൂ. നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ചെറിയൊരു വ്യൂവിൽ ഞങ്ങൾ നോക്കിയപ്പോ ഭയങ്കര ട്രാഫിക്കും എല്ലാം ഭയങ്കര അലൈനാണ്. ഭയങ്കര അലൈനാണ്. ഭയങ്കര സെറ്റപ്പാണ്. നമ്മുടെ കേരളത്തിൽ പോലെ അല്ല. അതിന്റെ ഇടയിൽ നമുക്ക് ഞാൻ ചെറുതായിട്ട് നമ്മൾ ഇത് റോട്ടിക്കോട് റാമ്പ് പോകണതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതൊരു ഒരു മിനി യൂറോപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് തോന്നുന്നുണ്ട്. അതെ അതെ. കാരണം കൂടുതലും ഫോറിനേഴ്സ് ആണ് കണ്ടത്. ട്രാഫിക് കാണുമ്പോ. അതെ അതെ. പിന്നെ ഫുൾ ഫോറിനേഴ്സ് ആണ് ഇവിടെ മൊത്തത്തില്. കാരണം നമ്മുടെ നാട്ടുകാര് കേരളത്താര ഇനിവേ ഉണ്ട്. കേരളത്താര് മൊത്തം അൽക്കലാമ ഹബിലാണെന്നാണ് എന്റെ അറിവ്. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് കൂടുതലും ഫോറിനേഴ്സ്, നൈജീരിയൻസ് അങ്ങനെ ഉള്ള പുറത്ത് ഉള്ള ടീമുകളാണ് നമ്മുടെ. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് മൊത്തത്തിൽ. പിന്നെ അപ്പൊ നമ്മള് എല്ലാം ഫുൾ എക്സൈറ്റഡ് ആണ്. എന്താ സംഭവം നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ്സ് പറയുന്നതായിരിക്കും. അപ്പൊ എനിവേ താങ്ക്സ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മറീനയിലെ ദോ ക്രൂസ് ഡിന്നർ ആയിരുന്നു കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ, ഒരു അടിപൊളി വൈബായിരുന്നു അവിടുത്തെ ബിൽഡിങ്സിന്റെയും. അതേപോലെ ഞങ്ങളുടെ ദോ ക്രൂസിൽ ഒരു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൽ ഞങ്ങൾ ലൈറ്റ് ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 star വൈബുള്ള ഡിന്നർ ആയിരുന്നു കേട്ടോ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 മണിക്കൂറായിരുന്നു കേട്ടോ റൈഡ് വരുന്നത്. ഈ 2 മണിക്കൂറിന് ഇവർ ചാർജ് ചെയ്യണത് 2000 രൂപയാണ്. ആ ഒരു പ്രൈസ് ഇതിന് വോർത്താണ്. ഞങ്ങൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഷോബാൽ റിയാലിറ്റിയിൽ ഇറങ്ങി. അവിടുന്ന് ട്രാമ്പില് ജുമൈറ ബീച്ച് റെസിഡൻസ് 2ലാണ് ഇറങ്ങിയത്. അവിടുന്ന് ജസ്റ്റ് ഒരു 10 minute വാക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങോട്ട്.